بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه منيب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനും അതിലെ ഇബാദത്തുകളുമൊക്കെയായി നമുക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളെയും നമ്മളിൽ നിന്നും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അതിന് അല്ലാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന് ഓതിക്കേട്ട സൂറത്തുകളിൽ അധിക ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കുറിച്ചിട്ട് പറയുകയായിരുന്നു, നബിമാരെ കുറിച്ചിട്ട് പറയുകയായിരുന്നു. ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ, ചരിത്രങ്ങൾ, നബിമാരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുള്ള പ്രത്യേക വിഷയങ്ങൾ, ഇതിനൊക്കെ വ്യത്യസ്ത ഭാഷയിലും രൂപത്തിലുമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അല്ലാഹു തആല. സൂറത്ത് യാസീൻ മുതൽക്ക് നമ്മൾ ഇങ്ങോട്ട് കേട്ടതൊക്കെ അതാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ. അല്ലാഹു അവനെ കേൾക്കുന്ന, അവൻ്റെ വാക്കുകളെ കേൾക്കുന്ന അടിമകളോട് കഴിഞ്ഞുപോയ സമൂഹത്തിൽ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെയും വിഷയങ്ങളെയും ഒക്കെ ഉദാഹരിക്കുകയാണ്. സാധാരണ നമ്മൾ വർത്തമാനം പറയുമ്പം, പ്രസംഗിക്കുമ്പം പണ്ട് ഒരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഞാനിന്ന് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതി കേട്ടുകൊണ്ടേയിരുന്നപ്പോൾ അല്ലാഹു ശരിയായ നിലയിൽ അങ്ങനത്തെ ഒരു അവതരണമാണ് ഖുർആനിൻ്റെ വരികളിലൂടെ നമ്മളോട് നടത്തുന്നത്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. പണ്ട് ഒരു നാട്, ആ നാടിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം, അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നു. അവസാന ഭാഗത്ത് നിസ്കാരം തീരുമ്പോഴും ദറബല്ലാഹു മസലൻ, അല്ലാഹു ചില ഉപമകൾ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരിക്കുകയാണ്, ചില ഉപമകളെ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഹൽ യസ്തവൂൻ, ആ ഉപമകളിൽ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, പറഞ്ഞു തരുന്ന രണ്ടു കൂട്ടരും ഒരിക്കലും സമന്മാരാവുകയില്ല, ഒരുപോലെ ആവുകയില്ല. എന്തിനാണ് ഈ സംഭവങ്ങൾ പറയുന്നത്? എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറയുന്നത്? എന്തിനാണ് അമ്പിയാക്കളെക്കുറിച്ച്, നബിമാരെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാനും മനസ്സിലാക്കി തരാനും ഉദ്ദേശിക്കുന്ന പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമുക്ക് ബോധ്യപ്പെടണം, നമുക്ക് മനസ്സിലാവണം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബി അവരോട് ചോദിക്കണം, അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും സമന്മാരാവുമോ?
ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ബോധ്യപ്പെടുകയും ചെയ്ത ആളുകളും അതല്ലാത്ത ആളുകളും ഒരുപോലെയാണോ? ലാ യസ്തവൂൻ, ഒരിക്കലും ഒരുപോലെയല്ല. ഒരിക്കലും ഒരുപോലെയല്ല. പഠിക്കുമ്പോൾ അതിൻ്റേതായ മാറ്റം ഉണ്ടാകും, മനസ്സിലാക്കുമ്പോൾ അതിൻ്റേതായ മാറ്റം ഉണ്ടാകും, അറിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാകും. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അള്ളാഹു ചില ആളുകളുടെ മനസ്സുകളെ വിശാലമാക്കി, ചില ആളുകളുടെ ഹൃദയങ്ങളെ തുറന്നുകൊടുത്തു. ആ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകൾ ഇട്ടുകൊടുത്തു. അവരുടെ മനസ്സിനെ തുറന്ന് വിശാലമാക്കി അതിലേക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവുകൾ ഇട്ടുകൊടുത്തു. അങ്ങനെയായാൽ ഫഹു അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ അവരുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുതരം വെളിച്ചത്തിലായി ജീവിക്കുന്നതാണ്, പ്രകാശത്തിലായി ജീവിക്കുന്നതാണ്. ഫഹു അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. നേരെ തിരിച്ച് ഹൃദയം തുറക്കാത്തവർ, ഇൽമു ലഭിക്കാത്തവർ, ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാത്തവർ, ഇതൊന്നും പഠിക്കാത്തവർ, വെറുതെ ഇങ്ങനെ കേട്ട് തള്ളുന്നവർ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുന്നവർ, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഹൃദയങ്ങൾ കടുപ്പപ്പെട്ടു പോയി, ഹൃദയങ്ങൾ മൂടപ്പെട്ടു പോയി. അവരെ സംബന്ധിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം, അവരെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഇങ്ങനെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ കേട്ട ആയത്തുകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. ഞാനിങ്ങനെ നിസ്കാരത്തിൽ ചിന്തിക്കുകയായിരുന്നു, പടച്ചോനെ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ആവർത്തിച്ച് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട്, ഈസ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട്, ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച്, സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്, മകൻ ഇസ്മായിലിനെ കുറിച്ചിട്ട് പിന്നെയും അള്ളാഹു പറയാൻ, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഈ കിതാബിൽ നിങ്ങൾ ഇബ്രാഹിമിൻ്റെ ചരിത്രം ഒന്ന് വായിക്കണേ എന്ന് പറയാം. അള്ളാഹു പറയാം, ഈ കിതാബിൽ, ഈ കിതാബിലൂടെ നിങ്ങൾ ഇബ്രാഹിമിൻ്റെ ചരിത്രം ഒന്ന് വായിക്കണം. വദ്കുർ ഇബാദനാ അയ്യൂബ്, എൻ്റെ അടിമകളിൽ നിന്നും ചില ആളുകളുണ്ട്. അയ്യൂബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോരോ ആളുകളെയും എണ്ണി നമ്മളോട് പറഞ്ഞിട്ട്, അതൊന്ന് വായിക്കണേ, അതൊന്ന് പഠിക്കണേ, അതൊന്ന് കേൾക്കണേ. അത് പഠിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ രണ്ടുപേരും ഒരുപോലെയല്ല, സമന്മാരല്ല എന്ന് പറയുന്നു. അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, മുത്തഖീങ്ങളായി അനുസരണയോടുകൂടി നല്ലവരായി ജീവിക്കുന്ന ആളുകളെ അനുസരണഘട്ട ആളുകളോടൊപ്പം ഞാൻ ചേർക്കുകയില്ല. അങ്ങനെ ചേർക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? രണ്ടും രണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബിമാരെ കുറിച്ചിട്ട് നമുക്കിങ്ങനെ വീണ്ടും പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, ആ നബിമാർ അവരുടെ ജീവിതത്തിൽ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരായി, നമ്മളെപ്പോലത്തെ ജീവിത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരായി ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുകയും ചെയ്തു. ഓരോ നബിമാരുടെയും അനുഭവങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവരും നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്, നിങ്ങളെപ്പോലെ ജീവിത ആവശ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉള്ളവരാണ്. അവർ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്തു. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ അന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർറിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ فإن آمنوا بمثل ما آمنتم به فقد اهتدوا فإن تولوا فإنما هم في شقاق. അള്ളാഹു പറയാ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇങ്ങനെ കുറേ നബിമാർ, ഈ നബിമാരുടെ മാർഗത്തെ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, അവർ വിശ്വസിച്ചതുപോലെ, അവർ ജീവിച്ചതുപോലെ
നിങ്ങൾക്കാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഹിദായത്ത് പ്രാപിച്ചു, നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചു. ഇവിടെ നമുക്ക് അള്ളാഹു ഇവരുടെ ഓരോരുത്തരുടെയും സംഭവം പറഞ്ഞു തരുന്നത്, ഇടയ്ക്ക് നമ്മൾ ഒരു വാപ്പായുടെയും മോൻ്റെയും ചരിത്രം കേട്ടു, വാപ്പയുടെയും മകൻ്റെയും ചരിത്രം കേട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലമ്മാ ബലഗ അശുദ്ധഹു ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഒരു വാപ്പയും മകനും തമ്മിലുള്ള സംസാരം, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധത്തെ അള്ളാഹു നമുക്ക് ഉദാഹരണമാക്കി പറഞ്ഞു തന്നു. എന്താ സംഗതി? വാപ്പ മകനെ വിളിച്ചിട്ട് ചോദിക്കാണ്, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറ. മോനെ, ഞാൻ നിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കണമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്, സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഫൻദുർ മാദാ തറ, എന്താ നിൻ്റെ അഭിപ്രായം? എന്തു തോന്നുന്നു നിനക്ക്? എന്താ നിൻ്റെ പ്രതികരണം? നീ എന്തു പറയുന്നു? ഫൻദുർ മാദാ തറ. വാപ്പയുടെ ഈ വർത്താനം കേൾക്കേണ്ട താമസം മകൻ പറഞ്ഞു, വാപ്പ എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? യാ അബതി ഫഅൽ മാ തുഅ്മർ, യാ അബതി ഫഅൽ മാ തുഅ്മർ. എന്നോട് അഭിപ്രായം ചോദിക്കുകയാണോ? എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കണ്ട. ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, സ്വപ്നത്തിൽ അങ്ങയോട് എന്താണോ നിർദ്ദേശപ്പെട്ടിരിക്കുന്നത് അതുപോലെ ചെയ്തോളൂ, എന്നോടെന്തിനാ ചോദിക്കാൻ നിൽക്കുന്നത്? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ അനുസരണയുള്ള ക്ഷമാശാലിയായ ഒരു മോനായി വാപ്പക്ക് ഈ മോനെ കാണാൻ പറ്റൂ. ഒരിക്കലും മകൻ ഞാൻ നിങ്ങളെ കുരുത്തം കെട്ടവനായ മോനാവൂല, അനുസരണക്കേട് കാണിക്കൂല, വാപ്പയുടെ കൽപ്പനയിൽ നിന്നും കുതറി ഓടൂല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു തആല ഒരു മകനും വാപ്പയും തമ്മിലുള്ള ഈ സംഭാഷണത്തെ നമുക്ക് എന്തിനായി കാലഘട്ടത്തിൽ പറഞ്ഞു തരുന്നത്? നമ്മുടെ ഇടയിൽ നമ്മൾ വാപ്പമാരായിട്ട് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മക്കളായി ജീവിക്കുകയാണ്. മക്കളായി ജീവിക്കുമ്പോൾ വാപ്പയുടെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് വഴിപ്പെട്ട് കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മക്കൾ എപ്രകാരമാണ് നമ്മളോട് പെരുമാറുന്നത്? ഇത് ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്. അഥവാ ആ വിഷയത്തിൽ എവിടെയെങ്കിലും നമുക്ക് ചെറിയ പോരായ്മയോ പാളിച്ചയോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് അല്ലാഹു തആല ഇബ്രാഹിം എന്ന മകനെക്കുറിച്ച് പറയുന്നത്. ഇബ്രാഹിം എന്ന മകനെ അല്ല, വാപ്പയെക്കുറിച്ച് പറയുന്നത്, ഇസ്മായിൽ എന്ന മോനെക്കുറിച്ച്. ഞാനിതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വാപ്പ ഒരു മോന് വേറെ സംഭവത്തിൽ അള്ളാഹു തആല പറഞ്ഞു. അത് വവഹബ്ന ലിദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദ് ഇന്നഹു വഹബ്ന ലിദാവൂദ സുലൈമാൻ. ആ വാക്കിങ്ങനെ ഓതിയപ്പോൾ ഞാൻ ചിന്തിച്ചു, വഹബ്ന ലിദാവൂദ സുലൈമാൻ. അതിനു മുമ്പ് ദാവൂദ് എന്ന് പറയുന്ന ഒരു വാപ്പയെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞു. ദാവൂദ് എന്ന് പറയുന്ന ഒരു വാപ്പ അലൈഹി സ്വലാത്തു വസ്സലാം. ആ വാപ്പയുടെ അനുസരണ, ആ വാപ്പയുടെ വഴിപ്പെടൽ, ആ വാപ്പ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനുള്ള സന്നദ്ധത, ഇതൊക്കെ പ്രകടിപ്പിച്ചതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ദാവൂദ് അലൈഹി സ്വലാമയെ കുറിച്ചിട്ട് പറഞ്ഞു. അത് പറഞ്ഞ് ആ ഒരു പാരഗ്രാഫ് തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് കടക്കുമ്പോഴാണ് വഹബ്ന ദാവൂദ സുലൈമാൻ, ഈ ദാവൂദിന് ഞാനൊരു സുലൈമാനെ കൊടുത്തു എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണം, അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഈ ദാവൂദിന് ഞാനൊരു സുലൈമാനെ കൊടുത്തു എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ദാവൂദിന് ഞാനൊരു സുലൈമാനെ കൊടുത്തു എന്ന്? എൻ്റെ സുലൈമാൻ ഇത്രയും നല്ല മകനായി മാറിയത്, എൻ്റെ സുലൈമാൻ ഇത്രയും വലിയ ചരിത്ര പുരുഷനായി തീർന്നത്, അത് ദാവൂദ് എന്ന് പറയുന്ന ആ വാപ്പയുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്നാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു നബിമാരെ കുറിച്ച് പറയും. നബിമാർ അമ്പിയാക്കളാണ്, മുർസലുകളാണ്, മുഅ്ജിസത്തുള്ളവരാണ്, അള്ളാഹുവിങ്കിൽ നിന്നും ദൈവിക സന്ദേശം നൽകുന്നവരാണ്. ശരിയാണ്. പക്ഷേ അവർ നമ്മളെപ്പോലെ ഒന്നെങ്കിൽ വാപ്പയാണ്, അല്ലെങ്കിൽ മോനാണ്, അല്ലെങ്കിൽ ഇക്കാക്കയാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, ഭർത്താവാണ്, അതൊക്കെയാണ്. നമ്മൾ ഏതൊക്കെ ജീവിത പ്രയാസങ്ങളുടെ പേരിലാണോ ദീനിൽ നിന്നും അകന്നു നിൽക്കുന്നത്, അഥവാ ദീൻ വിട്ട് സഞ്ചരിക്കാൻ, ദീനിൽ നിന്നും ദൂരത്ത് നിൽക്കാൻ നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണോ പറയുന്നത്, ആ കാരണങ്ങളൊക്കെ നമ്മളെക്കാൾ കൂടുതലുണ്ടായിരുന്നവരാണ് നബിമാർ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സംഭവം പറഞ്ഞു തരുന്നത്. ഇന്ന് ഖുനൂത്ത് ഓതിയപ്പം രോഗത്തെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതലായി പറഞ്ഞത്. പ്രത്യേകിച്ച് വാപ്പാൻ്റെ ഉമ്മാൻ്റെ രോഗം ഷിഫാക്കണേന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു.
ഞാൻ ചിന്തിക്കുകയായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ ഓതിക്കേട്ട പരിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളിൽ ഒരു നബിയെ കുറിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് അയ്യൂബ് എന്നാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് എന്ന നബിയെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കാനും മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം അനുഭവിച്ച മാരരോഗം അല്ലെങ്കിൽ മാരകമായ രോഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നോ ഹലാല് ഹറാമുകൾ സൂക്ഷിക്കുന്നതിൽ നിന്നോ ദീനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഉടക്ക് ന്യായങ്ങൾ കുരുക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പടച്ചവൻ പിന്നെയും പിന്നെയും ഇങ്ങനത്തെ നബിമാരെ പറയുന്നത്. അതിനാണ് ദാവൂദ് അലൈഹിസ്സലാമെ കുറിച്ച് കുറേ പറഞ്ഞത്. കാരണം എന്താ, നമ്മൾ സാധാരണ പറയുന്നത് എനിക്കൊരു അനാദിപ്പീടി ഹോൾസെയിൽ ഉണ്ട്, അതുകൊണ്ട് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തുറന്നു വെക്കണം, നേരം ഇരുട്ടിയാലും അടക്കാൻ കഴിയില്ല, എൻ്റെ തലേക്കൂടാണ് ഈ മാർക്കറ്റ് മുഴുവൻ സഞ്ചരിക്കുന്നത്, ഞാൻ ഒരല്പസമയം അങ്ങോട്ട് തെറ്റിയാൽ ഇങ്ങോട്ട് തെറ്റിയാൽ എല്ലാം തകിടം മറിഞ്ഞു പോകും. നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു പെട്ടിപ്പീടിയ പോലത്തെ ഹോൾസെയിൽ ഷോപ്പിൻ്റെ തിരക്കൊന്നും ആയിരുന്നില്ല ദാവൂദിനുള്ളത് അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദിന് ഇത്രയും വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു പറയാ. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അധികാര സാമ്രാജ്യങ്ങളൊക്കെ ഉള്ളതിനോടുകൂടി ദാവൂദ് എന്ന് പറയുന്ന ഉപ്പ ഒരു ചെറിയ അശ്രദ്ധയും ഗഫലത്തും ഒക്കെ കാണിച്ചപ്പം പടച്ചവൻ കൃത്യമായി ശിക്ഷിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചെറിയ അശ്രദ്ധയും ഗഫലത്തും കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി നേരെ നടത്തി. ആ ദാവൂദ് അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു തആല അതിനേക്കാളും വലിയ സാമ്പത്തികവും സാമ്രാജ്യപരവുമായ ശക്തി വൈഭവമുള്ള ഒരു മോനെ കൊടുത്തു, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. വഹബലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി വഹബലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. എനിക്ക് ശേഷം ഭൂമിയിൽ ഒരാൾക്കും ആശിക്കാൻ പോലും പറ്റാത്തത്ര വിസ്തൃതമായ വിശാലമായ ഒരു സാമ്രാജ്യത്തെ അള്ളാഹു എനിക്ക് തന്നു, സുലൈമാൻ. ആ സുലൈമാനെ അള്ളാഹു നമ്മുടെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ സമർപ്പിക്കുന്നത്? രാത്രി ഇങ്ങനെ 8 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് കാല് വേദന എടുക്കുന്നു, കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു വരുന്നു, മുട്ടുവേദന എടുക്കുന്നു. 8 റക്അത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിച്ച് 8 റക്അത്ത് ഒപ്പിച്ചിട്ട് നമ്മളങ്ങ് മാറിയിക്കുക. 8 കരിച്ചല്ലോ. 8ൻ്റെ ഒരു മസാല പടച്ചോൻ ഇത് ആരെ ഉണ്ടാക്കി കൊടുത്ത ഒരു 8 നിസ്കരിച്ച് ഒപ്പിച്ചിട്ട് നമ്മളിങ്ങ് മാറി. എന്താ കാര്യം? നമ്മൾ പകല് മുഴുവൻ ഭയങ്കര തിരക്കായിരുന്നു, പമ്പിച്ച തിരക്ക്. പ്രിയപ്പെട്ടവരെ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമെ കുറിച്ചിട്ടും സുലൈമാൻ അലൈഹിസ്സലാത്തെ കുറിച്ചിട്ടും ഒക്കെ ഇന്ന് പറഞ്ഞ ആയത്തുകളുണ്ടല്ലോ. ഇന്ന് പറഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ തെരതിരക്കിൻ്റെ ഇടയിലും അവരനുഷ്ഠിച്ച അമലുകൾ, അവർ പുലർത്തിയ നിഷ്ഠ, അവർ പാലിച്ച നിയമങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അള്ളാഹു മാതൃകയാക്കി തരികയാണ്. അതുപോലെ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയുന്നത് ഒരു മുട്ടുവേദനയും ഒരു നടുവേദനയും ഒരു കാല് കൈവേദനയും ഒക്കെ കൊണ്ട് ഞാനിങ്ങനെ കസേരയിലിരുന്ന് വലിയ ആളായി ഞെളിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തെന്ന് തോന്നുമ്പോൾ അള്ളാഹു പറയാം, വദ്കുർ ഇബാദന അയ്യൂബ്. അള്ളാഹു പറയാടോ, ഈ അയ്യൂബിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഏതവസ്ഥയിലായിരുന്നു അദ്ദേഹം, ഏതവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നമുക്ക് ഓതിക്കേൾപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വരികളിലൂടെ ഓരോരോ മഹാത്മാക്കളെ പരിചയപ്പെടുത്തി തരുന്നത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുസരണയിൽ ചരിത്രം സൃഷ്ടിച്ച അമ്പിയാക്കളുടെ ജീവിതത്തെ നമ്മൾ പഠിക്കണം, അവർ സഹിച്ച ത്യാഗങ്ങളെ നമ്മൾ അറിയണം, അവരുടെ മാർഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. രണ്ടാമത്, അവർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരായിരുന്നു, നമ്മളെപ്പോലത്തെ മാനുഷികമായ പ്രയാസങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, വ്യഥകളുണ്ടായിരുന്നു. അവർക്ക് വേറെ പ്രത്യേകിച്ച് മലക്കിയായ ശക്തിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്കങ്ങനെ വല്ലതും ഉണ്ടോ? അവർക്കങ്ങനെ പ്രത്യേകിച്ച് മലക്കിയായ ശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കൊരു ഭാര്യ ആയിരുന്നെങ്കിൽ നബിതങ്ങൾക്ക് 9ഉം 11ഉം ഭാര്യമാരുണ്ടായിരുന്നു. നമുക്കൊരു ഭാര്യ ആയിരുന്നെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 9ഓ 11ഓ ഭാര്യമാരുണ്ടായിരുന്നു. നമുക്ക് ഒരു ഭാര്യയും 2-3 മക്കളും ആ തലവേദന സഹിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നട്ടം തിരിയുമ്പം സഹാബാക്കളായ മഹാന്മാരിൽ അധിക പേർക്കും 4 ഭാര്യമാരും 110 മക്കളും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ 23 റക്അത്ത് നിസ്കരിച്ചത്. 23 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ദിക്ർ, ദുആ, ഇബാദത്ത് നിസ്കാരത്തിൽ കഴിഞ്ഞുകൂടിയത്. രാത്രിയെല്ലാം ഉറക്കമൊഴിഞ്ഞ് നിന്ന് നിസ്കരിച്ച് കാലിൽ വണ്ണം വെച്ചപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭർത്താവായിരുന്നു, ഒരു ഉപ്പയായിരുന്നു, ഒരു ഉപ്പാപ്പയായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അമലുകൾക്ക് വേണ്ടിയിട്ട് പടയ്ക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ക്ഷമയും
സഹനവും ത്യാഗവും എല്ലാം ചെയ്തതിൻ്റെ പേരിലാണ് ആ മഹാത്മാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വിജയം കൊടുത്തത്, ദുനിയാവിൽ അവർക്ക് ഉയർച്ച നൽകിയത്, അവരെ അള്ളാഹു അംഗീകരിച്ചത്. ഇനി നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ നിസ്കാരം തീരുമ്പം പറഞ്ഞെന്താണെന്നറിയോ? സാധാരണ നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ, അതാണല്ലോ നമുക്ക് കണ്ണിന് ആനന്ദം ഉണ്ടാകുന്ന ഒരു കാഴ്ച എന്ന് പറയും. ഒരു സിനിമ കാണുന്നത് പോലെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ പറഞ്ഞില്ലേ? ഇതാ ഒരിടത്തൊരിടത്തൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു 2-3 ആളുകൾ വന്നു. ആ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ ആളുകളുടെ പ്രഭാഷണം, സംസാരം, പ്രസംഗം, അനുഭവങ്ങൾ ഇതിലൂടെ കടന്ന് നമ്മളെയൊക്കെ അള്ളാഹു ഇങ്ങനെ തട്ടി ഉണർത്തി. ഇതാ അവരെയൊക്കെ നോക്ക്, അവരെ പോലത്തെ മജ്ജയും മാംസവും ജീവനും ഒക്കെയാണ് നിനക്കുള്ളത്, അവരെ പോലത്തെ ഭാര്യയും മക്കളും കുടുംബമൊക്കെയാണ് നിനക്കുള്ളത്. അവരതൊക്കെ ഉള്ളതിനോടുകൂടിയാണ് സ്വർഗം സമ്പാദിച്ചത്. നീ ഇങ്ങനെ ദുനിയാവിൻ്റെ പിന്നാലെ പോയാൽ, ദുനിയാവ് മാത്രം കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാൽ, അതിൽ മാത്രം നിന്റെ സമയം ചെലവഴിച്ചാൽ, ഇതാ കുറച്ച് നാളുകൾ കഴിയുമ്പം ഇങ്ങനെ തിരശ്ശീല വീഴും, കർട്ടൻ താഴും. എവിടെയാണ് നിർത്തിയത്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഞാനിത് വെറുതെ പറയല്ല കേട്ടോ, ഞാൻ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹ് നല്ലോണം ആസ്വദിച്ചു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. നമ്മുടെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടും. ഇന്നക മയ്യിതുൻ, നീ മരിക്കാൻ പോവാണ്, നീ മരിക്കേണ്ടവൻ തന്നെയാണ്. അവരൊക്കെ മരിച്ചു, നേരത്തെ പറഞ്ഞ ആളുകളില്ലേ, അവരൊക്കെ മരിച്ചു. പക്ഷെ അവർ മരിച്ചപ്പോൾ ഇവിടെ അവരുടെ അധ്വാനത്തിൽ ഒരു വലിയ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് മരിച്ചത്. അവരുടെ അധ്വാനത്തിലൂടെ ഇവിടെ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് അവർ മരിച്ചത്. അവരൊക്കെ മരിച്ചു. ഇനി ഇതാ നീയും മരിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ നിസ്കാരത്തിൽ ചിന്തിക്കുകയായിരുന്നു, കർട്ടൻ വീണു എന്ന് പറയുന്നില്ലേ, എപ്പോഴാണ് നമ്മൾ ഈ ആയത്തോതുക? ഏതെങ്കിലും മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പം മുഖം മൂടിക്കിടക്കുന്ന ആ മയ്യത്തിൻ്റെ മുഖത്തു നിന്ന് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ മാറ്റിയിട്ട് ആ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കർട്ടൻ ഇടുകയാണ്. അതോടെ തീർന്നു, അതോടെ അവസാനിച്ചു. പക്ഷേ അതുകൊണ്ടങ്ങ് അവസാനിക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ലായിരുന്നു. അതോടുകൂടി അവസാനിക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഒരു ചെറിയ കഷ്ണവും കൂടെ ഉണ്ട്. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. കുറച്ച് കഴിയുമ്പം, ഇപ്പം അങ്ങ് അവസാനിച്ചു, തൽക്കാലം തിരശ്ശീല വീണു, തിരിതാന്നു. കുറച്ച് കഴിയുമ്പം ഇനി ഇതിൻ്റെ രംഗം 2 ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പണ്ടത്തെ സിനിമ അങ്ങനെ, ഇപ്പോഴത്തെ സിനിമ ഒന്നും എനിക്കറിയില്ല, പണ്ടത്തെ സിനിമയെക്കുറിച്ച് നല്ലോണം അറിയാം. പണ്ട് ഇപ്പോൾ തൽക്കാലം തിരശ്ശീല വീണു, ഇനി രംഗം 2 വേണ്ടിയിട്ട് കർട്ടൻ പൊന്തും. അതെവിടെയാണ്? സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പിന്നെ അവിടെ കർട്ടൻ പൊന്തുമ്പോൾ, രംഗം 2ാമത് സ്റ്റാർട്ടാകുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ വെറുതെ ഇതും പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് നിസ്കരിക്കാനും വിട്ടില്ല. അവിടെ എന്താ കാണുന്നത്? ഇൻദ റബ്ബികും തഖ്തസിമൂൻ. ഭാര്യ ഭർത്താവിനെ കുറിച്ചിട്ട്, ഭർത്താവ് ഭാര്യനെ കുറിച്ചിട്ട്, പാർട്ട്ണറെ കുറിച്ചിട്ട്, ചങ്ങാതിനെ കുറിച്ചിട്ട്, ഇന്ന ഒറ്റൊരുത്തൻ കാരണമാണ് അന്ന് കറക്റ്റായിട്ട് ഞാൻ നിസ്കരിച്ച് നന്നായി പോകുന്നതായിരുന്നു, നീ ഒറ്റൊരുത്തനാണ് എന്നെ വടക്കാക്കിയത് എന്ന് പറയും. ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പിന്നെ നമ്മൾ തല്ലിക്കൊണ്ട് പടച്ചവൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് 2ാം രംഗം. ആ 2ാം രംഗം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ വലിയ രസമായിരുന്നു. പക്ഷെ നമുക്ക് രസം കിട്ടാത്തത് എന്താ അറിയോ? ആ 2ാം രംഗം ഒരു വല്ലാത്ത രംഗമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. അവിടെ ഇമാമിൻ്റെ പുറയിലല്ല, ഉസ്താദിൻ്റെ പിന്നിലല്ല, അല്ലെങ്കിൽ വാപ്പായനെ പേടിച്ചിട്ടല്ല. അവിടെയോ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ ഒരു എഴുന്നേറ്റ് നിൽക്കലില്ലായിരുന്നെങ്കിൽ ഈ ജീവിത സിനിമ വലിയ രസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു എഴുന്നേൽക്കലുണ്ട്. ആ എഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ ഇന്ന് നമ്മൾ മെനക്കെട്ട് നിസ്കരിച്ച നിസ്കാരം ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ മെനക്കെട്ട് ഓതി തീർത്ത ഖുർആൻ നമുക്ക് ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ മെനക്കെട്ട് പറയുന്ന ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാറുകൾ നമ്മൾക്ക് പ്രയോജനപ്പെടും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, സദഖാ സക്കാത്തുകൾ പ്രയോജനപ്പെടും. ഇന്ന് പകൽ വേളയിൽ നമ്മളിരിക്കുന്ന പട്ടിണിയും നോമ്പ് നമുക്ക് ഉപകാരപ്പെടും. അതല്ലാത്തതൊന്നും ഉപകാരപ്പെടുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അന്ന് നമ്മളുടെ സമ്പത്തും ഉപകാരപ്പെടൂല, മക്കളും ഉപകാരപ്പെടൂല. മക്കളെ കൊണ്ടും അവിടെ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല, സമ്പത്ത് കൊണ്ടും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
ഈ മഹാത്മാക്കളെ പോലെ നല്ല മനസ്സുമായി നല്ല അമലുമായി വന്നവർക്കല്ലാതെ. അപ്പോൾ അള്ളാഹു തആല ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെയൊക്കെ ആ മഹാന്മാരോടൊപ്പം ചേർത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. ഈ ഉള്ള സമയം എങ്ങനെങ്കിലും ഇബാദത്തുകൾ ചെയ്തും ഹലാൽ ഹറാമുകൾ സൂക്ഷിച്ചും നല്ല അമലുകളിലായി നല്ലവരോടൊപ്പം ചേരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി